പെട്ടെന്ന് ഞാൻ ഒരാളെ കാണിക്കാൻ പോവാണ്. ആരാണെന്ന് ഇപ്പൊ പറയണം. ഓക്കെ, ലൈറ്റ്സ്. അയ്യോ നമുക്കെന്റെ മോൻ. അയ്യോ നമസ്കാരമുണ്ട്. നമസ്കാരം. ആദ്യം എന്നോട് പറയണ്ടെന്നൊക്കെ പറഞ്ഞു, കുറെ നോക്കിയിരിക്കാനൊക്കെ പറഞ്ഞ. ഞാൻ അന്ന് വീട്ടിൽ വന്നപ്പോ ഉണ്ടായിരുന്നില്ല. ഞാൻ വയനാട്ടിലെ താമസം. അതായത് നമ്മുടെ മമ്മൂക്കോ സാറിന്റെ മകനാണ് അദ്ദേഹം. എനിക്ക് മൂത്ത ആളാണ് അല്ലേ? 3 പേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ സാർ? 3 പേരാണ്. 4 ആളുണ്ട്. 2 പെണ്ണും ഒരാണും. ഓക്കെ. കഴിഞ്ഞാല് അല്ല, എനിക്ക് കുറച്ച് റിപ്പോർട്ട് കിട്ടിയായിരുന്നു. കാരണം താഴെയുള്ള 2 ആൾക്കാര് ജയറാമേട്ടന്റെയും പാർവതി ചേച്ചിയുടെയും പ്രണയത്തിന് വേണ്ടിയിട്ട് കത്തുകൾ കൈമാറി. തുടങ്ങിയ സമയത്ത് ഒരു 10-15 കൊല്ലായില്ലേ? പിന്നെ കത്ത് എഴുതിട്ട് അങ്ങോട്ട് പൊരിച്ചത് കിട്ടിയോന്ന് ചോദിക്കും, ഇങ്ങോട്ട് പപ്പടം കിട്ടിയോന്ന് ചോദിക്കും. ലൊക്കേഷനിലുണ്ടാവും. കോഴിക്കോട് ഷൂട്ടിംഗ് ആണെങ്കിൽ അന്ന് ഞാൻ അവരെ കൊണ്ടെടുത്ത് ഞാൻ SLC പഠിക്കാന്ന്. അപ്പൊ അന്ന് അനിയനും അനിയത്തിയുണ്ട്. ഞാൻ അവിടെ കൊണ്ടെടുത്തൊക്കെ. അപ്പൊ ഞാനിങ്ങനെ കാണും. അത് ഫിലോമിന ചേച്ചിയൊക്കെ ഉണ്ട്. പപ്പുവേട്ടനുണ്ട്. വലിയ ടീം തന്നെ ഉണ്ടല്ലോ. അല്ല, ജയറാമേട്ടൻ കത്ത് എഴുതി പ്രാദേശിക വാർത്തകൾ ഷൂട്ടിംഗ് നടക്കുമ്പോ ജയറാമേട്ടൻ പാർവതി ചേച്ചിക്കുള്ള കത്ത് എഴുതി ആളുടെ കൊടുക്കും അല്ലേ? എന്റെ അടുത്തല്ല, അനിയന് അവിടെ 3-4 മക്കളുണ്ട്, ചെറിയ കുട്ടികള്. വയലിന്റെ പെങ്ങളുണ്ട്, അനിയനുണ്ട്, പിന്നെ കുവൈത്തിലുള്ള ഒരു അളാമന്റെ മോനുണ്ട്, വേറെ 2 ആ വിശാല് എന്ന് പറഞ്ഞ നമ്മളെ ഒരു മിമിക്രി ചെയ്യണ പ്രസ്. മനസ്സിലായി. അപ്പൊ ഹംസങ്ങളായിരുന്നു, മൊത്തം ഹംസമായിട്ട് ഇവരെയൊക്കെ മാറ്റി എല്ലാരും. അന്ന് അങ്ങനെ സംസാരിക്കാൻ അമ്മ സമ്മതിക്കില്ല. അപ്പൊ ഷോട്ട് കഴിഞ്ഞാൽ മാറ്റി എവിടെയെങ്കിലും കൊണ്ടിരുത്തും. അന്ന് പിന്നെ മൊബൈലൊന്നും ഇല്ല, ആകെ കത്ത് മാത്രമേ ഉള്ളൂ. ആകെ കത്ത്. പിന്നെ ആകെ കൂടി വേറൊരു മാർഗം ഉണ്ടായിരുന്നത് കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് വേറെ ആള് വഴിയൊക്കെ കൊടുത്തേക്കായിരുന്നു. അതും പിടിച്ചു. അത് പിന്നെ നടന്നില്ല. പിന്നെ നിങ്ങളോട് ചോദിക്കാൻ എല്ലാരോടും മമ്മൂക്കിനോട് ചോദിക്കാം, എല്ലാരും എന്താ ഇതിന്റെ രഹസ്യം, എത്ര കൊല്ലം നിങ്ങൾ അങ്ങനെ തന്നെ കാണുന്നു. ഞാൻ ഡയറ്റ് ഒക്കെ ചോദിച്ചിട്ടും പറയുന്നില്ല. ഡയറ്റൊന്നും പറയണ്ട, എന്നാലും ഒരു ഭംഗി ഇങ്ങനെ എങ്ങനെ നിക്കണ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞേരി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്വഭാവമുണ്ട്, ഈ എളിമന്റെ അങ്ങേ തല, വിനയത്തിന്റെ അങ്ങേ അറ്റം. അതൊക്കെ എങ്ങനെയാ പറ്റാ? അങ്ങനെ ഒരാളോട് ഒരു ഇഷ്യൂ കേട്ടില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കേട്ടിട്ടില്ല, മോശമായിട്ടൊന്നും കേട്ടില്ല. അല്ല, എനിക്ക് ജയറാമേട്ടന്റെ ധൈര്യം സമ്മതിക്കണം കേട്ടോ. കുഞ്ഞു പിള്ളേരിലെ കത്ത് കൊടുത്തു വിടുമ്പോ അപ്പൊ ഇവര് തുറന്നു വായിക്കോ, അങ്ങനെ എന്തെങ്കിലും ടെൻഷനോ കറക്റ്റ് ആയിട്ട് എത്തിക്കോ? ഒരുപാട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആണോ? വേറെ ആർക്കെങ്കിലും? ഇതിനു മുമ്പ് ഇതേപോലെ കോഴിക്കോട് നടക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇനി വേറെ പല ജില്ലകളിലാണെങ്കിൽ വേറെ ആൾക്കാരെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അങ്ങനെ അർത്ഥം എന്നൊരു സിനിമ സത്യനന്ദിക്കാണ്ട് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഞാനുണ്ട്, മമ്മൂക്കയുണ്ട്. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം അന്ന് എല്ലാവർക്കും ഇങ്ങനെ ഒരു സംശയമുണ്ട്, രാമൻ പാർവതി എന്തോ ഒരു റിലേഷൻ ഉണ്ടോ, അത് അങ്ങനെ ചെയ്തതിന്റെ സമയമാണ്. അപ്പൊ അർത്ഥം സത്യനന്ദിക്കാടാണ്, വേണുനാഗുള്ളി എഴുതിയിട്ടുള്ള ശ്രീനിവാസനൊക്കെ ഉണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ജയിലിന്റെ പുറത്ത് ഒരു ചെക്കൻ വന്ന് നിന്നിട്ട് കുറെ നേരമായിട്ട് കിടന്ന് കറങ്ങുക. പോലീസുകാർ ചോദിച്ചു എന്താ കാര്യം ചോദിച്ചു. ജയറാമിനെ കാണാൻ വേണ്ടി വന്നാന്ന് ചോദിച്ചു. എന്താ കാര്യം ചോദിച്ചു. പാർവതി ഒരു കത്ത് തന്നയച്ചിട്ടുണ്ട്, അത് കൊടുക്കാൻ വേണ്ടി വന്നാന്ന് ആ ബോധി കേട്ടവൻ അവിടെ പറഞ്ഞത്. അവിടെ പോലീസുകാരും ബാക്കിയല്ലേ, ഒരു സെക്കൻഡ് കൊണ്ട് മറ്റേ വയർലെസ്സിൽ 1 മിനിറ്റ് പുറത്തുനിന്ന് ഒരാളെ ഹലോ കേൾക്കാമോ, പാർവതി ഒരു കത്ത് കൊടുത്തയച്ചിട്ടുണ്ട് ഒരാൾക്ക്, അങ്ങനെ ഡാൻ അവിടെ 1 സെക്കൻഡ് കൊണ്ട് ആ സെൻട്രൽ ജയിൽ മുഴുവൻ അതറിഞ്ഞ് കംപ്ലീറ്റ്. ഒരുത്തൻ ഞാൻ അവനോട് ചോദിച്ചു, എവിടെന്നാ മോനെ? ഞാനിങ്ങനെ ജോലി അന്വേഷിച്ച് പോയതാ നമ്മുടെ പാർവതിയുടെ വീട്ടില്. അപ്പൊ പറഞ്ഞു, ആദ്യം നീ കത്ത് കൊണ്ട് സെൻട്രൽ ജയിലിൽ കൊടുത്തിട്ട് പോവാ, എന്നാ നിനക്ക് ജോലി തരാന്ന് പറഞ്ഞു. ഒരു കത്തുമായിട്ട് ആ കത്ത് തുറന്ന് നമുക്ക് പറഞ്ഞു വായിക്ക്, എല്ലാവരും കേൾക്കട്ടെ, കംപ്ലീറ്റ് വായിക്കുക. അങ്ങനെ കംപ്ലീറ്റ് കേരള പോലീസും ബാക്കിയുള്ള ആൾക്കാരും ക്രൂവും മൊത്തം കേൾക്കും, ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുക.